ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പുത്തോറ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നതേ നമ്മൾ വേറൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ചക്രമത്തടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുനാഫയുടെ മറ്റേ സംഭവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, താത്ത കൊടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ തണ്ണിമത്തൻ എടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊരിസാധനങ്ങൾ ഒക്കെ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സീനു വന്നിട്ട് ഒക്കെ തുറന്നൊക്കെ ആരില്ലാത്തതിന് അമ്പാടേച്ച് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് അമ്പാടേച്ചാണ് എല്ലാത്തിനും ഫുൾ ആക്റ്റീവായിട്ട് നോമ്പൊക്കെ ഉണ്ടാക്കാനും മേടിക്കാൻ പോകാനും ഒക്കത്തിനും ഫുള്ളായിട്ട് ആൾ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാത്തിനും ഭയങ്കര ഉഷാറ് കുറവന്നായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഒന്ന് സിനു ഞാൻ പിന്നെ പ്രണയിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തന്നെ ഇന്നത്തെ ഐറ്റംസ് എല്ലാം റെഡി ആക്കുന്നതും ഇന്നത്തെ നോമ്പറക്കാൻ ഞങ്ങളൊക്കെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് സ്നാക്സ് എന്ന് വെച്ചാൽ കട്ട്ലേറ്റ് ആണ് കേട്ടോ. കട്ട്ലേറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ ഐറ്റംസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ എന്താണെന്നൊക്കെയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നിതേ കട്ട്ലേറ്റും ഉണ്ട്, സമൂസ ഉണ്ട്, മിളക് ബജി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, തണ്ണിമത്തൻ്റെതാണ്. തണ്ണിമത്തനും കസ്കസും അതുപോലെ തന്നെ ഇന്ന് ഫ്രൂട്ട്സൊന്നും വേറെ ഫ്രൂട്ട്സൊന്നും വേറെ ഇട്ടിട്ടില്ല. നമ്മുടെ എന്താ പറയുക, ഇത് പിന്നെ വേറെ ഒന്നല്ല, ഇന്നെ കളിയാക്കണം. താണ്ട് ഇവനക്കുള്ളതാണ്. ഇന്നെ കണ്ട എപ്പോൾ നോക്കിയാലും ഇന്നെ കളിയാക്കണമാണ് ഇവൻ്റെ ഡ്യൂട്ടി കേട്ടോ. അറമാൻബയുടെ പരിപാടി ഇന്നെ കളിയാക്കലാണ്. അങ്ങനെ അതേ നമ്മൾ നോമ്പർക്കട എല്ലാ ഐറ്റംസായിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈം നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഈത്തപ്പഴം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ബാങ്ക് കൊടുത്തു ഗൈസ്. അപ്പം നമ്മളിതേ ഇവിടെ ഈത്തപ്പഴയും പിടിച്ച് നമ്മുടെ കാത്തിരിക്കട്ടെ. ബാങ്ക് കൊടുത്തിട്ടില്ല. ഇനി ബാങ്ക് കൊടുത്ത് നോമ്പാർന്ന് നമുക്കിനി വേഗം വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇനി ബസ് എന്തായാലും 7 മണിക്കൊക്കെ ഇപ്പോൾ എന്തായാലും ഞാൻ വേഗം പോകും കേട്ടോ. നോമ്പ് പറഞ്ഞിട്ട് ഞാൻ വേഗം പോകും. കാരണം ഞാൻ ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് ബാങ്ക് കൊടുക്കാറ്. ചിലപ്പോൾ ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ മുത്തമ്മാവിൽ എത്തുമ്പോഴാണ് ബാങ്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ എനിക്ക് നോമ്പറക്കാൻ പറ്റില്ല, നടന്ന് നോമ്പറക്കേണ്ടി വരും. അതാണ് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് നോമ്പ് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് നോമ്പറക്കാനുമായി നമ്മുടെ അത്രയും ഇത് കാണിട്ട് പിന്നെ വേറെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ചാവടിക്കാനല്ലേ ഉള്ളൂ. നമ്മൾ അവിടെയല്ല ഇവിടെ അല്ലാണ്ടാവും. ഞാൻ ഇവിടുന്ന് 6 മണി 6:15 6:00 അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോൾ എന്തായാലും അവിടെയല്ല ഇവിടെ ഇല്ലാത്ത രീതിയിലാവണോണ്ടാണ് ഇവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോകണത് കേട്ടോ. സത്യം പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായിട്ടോ, കുറച്ച് നേരം വൈകി. എന്നിട്ടാണെങ്കിലോ ചാവക്കാട് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെയും കുറേ നേരം വണ്ടി നിർത്തിയിട്ട് കേട്ടോ. അങ്ങനെ കുറേ ടൈം അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ഇത് മമ്മീന്റെ ഷർട്ടല്ലേ ആദമിന്റെ പാന്റ്, ആദമിന്റെ ഷർട്ട്. എന്താ ഉദ്ദേശം? എന്നാ ദൂരി എന്റെ അമ്മിമോനോടെ ഊരണ അത് ഇട്ടാരാട്ടാ. ഇതെന്ത് മാധവന്റെ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തേ എന്നീ മമ്മേന്റെ ഡ്രസ് ഇട്ടാ മമ്മേനെ തൊട്ടിട്ടാണ്ടാവുക. ഇട്ടാര. അങ്ങനെ നമ്മളെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ കണ്ട് നേരെ മേശയുടെ അടുക്ക് പോയപ്പോൾ നേരെ തരിക്കനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചിക്കൻ കറിയൊക്കെ കേട്ടോ. ചിക്കനില്ല, വെറും കറി മാത്രമേ. ഞാൻ അടുക്കളയിൽ പോയി നോക്കണം ഞാൻ എന്താണ്ടൊന്നും കാലില്ല. അതല്ല, ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൗണ്ട് പോയി. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് ചിക്കൻ നോക്കിയപ്പോൾ ചിക്കനൊക്കെ അതിലുണ്ട് കേട്ടോ. കറിയില്ല, ചിക്കനും ഉണ്ട്. നല്ല കുറച്ചും പത്തിരി ഉണ്ടാക്കി വെച്ചിട്ട്. ഞങ്ങളോടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ പോരാ, ഞങ്ങളോട് കുറേ പത്തിരി ഉണ്ടാക്കണം. പിന്നെ എൻ്റെ നാത്തൂന് എനിക്കിതിവിടെ പഴംപൊരി എടുത്തേച്ചിട്ടുണ്ട്. ഇവിടെ പൊരിച്ചത് പഴംപൊരി തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ പഴംപൊരി എനിക്ക് എടുത്തേച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചില്ല, കാരണം ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം കഴിച്ചാൽ എനിക്ക് വയറ്റിലധികം സ്ഥലമില്ല.
അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ പത്തിരും ഇറച്ചിക്കറിയും കൊടുത്ത് ഗൈസ്. അടിപൊളി. ഇന്നത്തെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ചിക്കൻ പൊരിച്ചിട്ട് എന്തോ വറുത്ത അങ്ങനെ എന്തോ നടന്നു തോന്നുന്നു. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്താഴത്തിനും എനിക്കതിന് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വിശേഷം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.